ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഈദൊക്കെയല്ലേ വരുന്നത്. ഇപ്രാവശ്യത്തെ ഈദിന് നമുക്ക് സ്വന്തമായിട്ട് ഒരു ഗൗണ് ഡിസൈൻ ചെയ്തെടുത്താലോ. ഫ്രണ്ട് ഭാഗത്ത് എക്സ്ട്രാ ഒരു കോട്ട് വരുന്ന രൂപത്തിൽ 2 നെക്കായിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. വീനെക്കും യൂനെക്കും ആയിട്ടും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ മാച്ചായിട്ട് ഒരു ഷോളും ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മെഷർമെൻറ്റ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫാബ്രിക് വരുന്നത്. ഈ ഒരു ഡിസൈൻ വരുന്ന ഫാബ്രിക് ഓർഗൻസയിൽ വരുന്ന കേട്ടോ. ഇത് ഞാനൊരു മീറ്ററാണ് എടുത്തിട്ടുള്ളത്. 400 രൂപയാണ് കേട്ടോ ഒരു മീറ്ററിന് വരുന്നത്. അതുപോലെ തന്നെ ഇത് ഷിഫോണാണ് കേട്ടോ. ഇത് 5.5 മീറ്ററാണ് ഞാൻ ടോട്ടൽ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലൈനിങ്ങിന് വേണ്ടിയിട്ട് ക്രേപ്പാണ് എടുക്കുന്നത്. 3.5 മീറ്ററാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫാബ്രിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡിലുള്ള ഒരു കളറാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സ്ലീവ്സിനും അതുപോലെ തന്നെ യോക്കിൻ്റെ ഫ്രണ്ടിൽ ഒരു കോട്ട് പോലെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ 1 മീറ്ററാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ത്രെഡ് വർക്കാണ് ഇതിൽ പോകുന്നത്. ക്ലോത്ത് വരുന്നത് ഓർഗൻസയാണ്. അപ്പോൾ ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കുന്നത് സ്ലീവ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ 4ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ ഒന്ന് നോക്കാം. സ്ലീവ്സിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 9 ഇഞ്ചസ് ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 18 ഇഞ്ചസ് ആണ് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ടോട്ടൽ 20 ഇഞ്ചസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് മുഴുവനായിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി വരുന്ന ഭാഗം നമ്മൾ മടക്കി തയ്ച്ച് കൊടുക്കാം. സ്ലീവ്സിൻ്റെ എഡ്ജിലായിട്ട് 6 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ആം ഹോളിൻ്റെ ഈ ഒരു കോർണറിലായിട്ട് ഒരു 3 ഇഞ്ച് ഉള്ളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇങ്ങനെയാണ് ഞാൻ സ്ലീവ്സിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ ലെങ്ത്തും നമ്മൾ മാർക്ക് ചെയ്തെടുത്തില്ലേ, അതിലൊന്ന് കൂട്ടി ജോയിൻ ചെയ്ത് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സ്ലീവ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഭാഗത്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പീസിനെ 2ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ മെഷർ ചെയ്തെടുക്കുന്നത് നമ്മുടെ യോക്കിൻ്റെ ഭാഗത്ത് ഒരു ചെറിയൊരു കോട്ട് പോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പീസാണ് മെഷർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വിടുത്തായിട്ട് ഒരു 12 ഇഞ്ചസ് ആണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനൊരു ലൈനായിട്ട് ഒന്നും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഷോൾഡറാണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 7.5 ഇഞ്ചാണ് ഷോൾഡറിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ലൈന് വരച്ചില്ലേ, അവിടെ നിന്നാണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കുന്നത്. അതുപോലെ ആം ഹോളിന് വേണ്ടിയിട്ട് ആം ഹോൾ ലെങ്ത് ആയിട്ട് 7 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ചെസ്റ്റ് ലെങ്ത്ത് എടുക്കുന്നത് 9 ഇഞ്ചസ് ആണ്. അതിൻ്റെ കൂടെ സീം അലവൻസിനും കൂടിയിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കോട്ടിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 14 ഇഞ്ചസ് ആണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മാർക്ക് ചെയ്തതിലൂടെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ കോട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒറ്റ പീസായിട്ടല്ല കേട്ടോ, അത് 2 പീസായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ ഭാഗത്ത് ചെറിയൊരു കർവും കൂടെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇനി എടുക്കുന്നത് നമ്മുടെ ഷിഫോണിൻ്റെ ക്ലോത്താണ് കേട്ടോ. ഇത് ഞാൻ ടോട്ടൽ 5.5 മീറ്ററാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പം ഇതിൽ ഷോളിന് വേണ്ടിയിട്ട് ഞാൻ 2.25 മീറ്ററും എടുക്കുന്നുണ്ട് കേട്ടോ. അത് ആദ്യമേ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് ഞാൻ യോക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിനെ 4ആയിട്ടൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. യോക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 13 ഇഞ്ചസ് ആണ് കേട്ടോ. അപ്പോൾ സീം അലവൻസ് കൂടി കൂട്ടിയിട്ട് ഞാൻ 14 ഇഞ്ചസ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോട്ടിൻ്റെ ലെങ്ത്തിൽ നിന്നും 1 ഇഞ്ച് കുറച്ചിട്ടാണ് ഇവിടെ യോക്കിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഷോൾഡർ ലെങ്ത്ത് എടുക്കുന്നത് 7.5 ഇഞ്ചസ് ആണ്. അതുപോലെ തന്നെ ആം ഹോൾ ലെങ്ത്ത് എടുക്കുന്നതും 7.5 ഇഞ്ചസ് ആണ്. ഇനി മാർക്ക് ചെയ്തതിലൂടെയൊക്കെ നമുക്ക് വരച്ച് കൊടുക്കാം. നമ്മുടെ ആം ഹോളിൻ്റെ ആ ഒരു ഷേപ്പും കൂടെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ യോക്കിൻ്റെ താഴെ ഭാഗത്ത് വിഡ്ത്ത് എടുക്കുന്നത് 8.5 ഇഞ്ചസ് ആണ്. അതിലേക്ക് സീം അലവൻസ് കൂടി കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെസ്റ്റ് ലെങ്ത്ത് എടുക്കുന്നത് 9 ഇഞ്ചസ് ആണ്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടും ബാക്കും യോക്ക് ഭാഗം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വരുന്ന ഈ ഒരു പീസ്
യോക്കിൻ്റെ താഴെ ഭാഗത്തേക്ക് ഫ്രില്ലിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ 4ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലെങ്ത്താണ് നോക്കുന്നത്. ഞാൻ യോക്ക് ഭാഗം എടുത്തിട്ടുള്ളത് 13 ഇഞ്ചസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ താഴേക്ക് എനിക്ക് 41 ഇഞ്ചസ് ആണ് വേണ്ടത് കേട്ടോ. ടോട്ടൽ ഗൗണിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 54 ഇഞ്ചസ് ആണ് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ 42 ഇഞ്ചസ് ആണ് ഈ ഒരു ലെങ്ത്ത് കിട്ടുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ മുറിച്ചൊന്നും മാറ്റാതെ തന്നെ അത് ഫുള്ളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇനി യോക്ക് ഭാഗത്ത് ഇതുപോലെ ഫ്രില്ലിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഇതിൽ നിന്നും ലൈനിങ് പീസും കൂടെ കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ യോക്കിൻ്റെ ആ ഒരു ഭാഗം അതുപോലെ വെച്ചിട്ട് ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലീവ്സിനും വേണ്ടിയിട്ട് ഇതുപോലെ 4ആയിട്ട് മടക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സ്ലീവ്സിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ, ആ പീസ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ ഒരു മെഷർമെൻറ്റ്സിൽ തന്നെ സ്ലീവിനും വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി മാർക്ക് ചെയ്തെടുക്കുന്നത് നെക്കിൻ്റെ ആ ഒരു പോർഷനാണ് കേട്ടോ. നെക്കിന് വേണ്ടിയിട്ട് 3.5 ഇഞ്ചസാണ് വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നെക്കിൻ്റെ ഡീപ്പ് എടുക്കുന്നത് 6 ഇഞ്ചസാണ്. ഇനി ഈ മാർക്ക് ചെയ്തതിനെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കർവിലായിട്ട് ഒരു വി ഷേപ്പിലാണ് കേട്ടോ ഈ നെക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കർവിലായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തതിനെ ഒരു സീം അലവൻസിന് വേണ്ടിയിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ വെക്കാനുള്ള ഒരു കോട്ട് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വി ഷേപ്പിൽ തന്നെ കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്കാക്കി വെച്ച് കൊടുത്തിട്ട് ഒന്ന് വൈഡായിട്ടാണ് ഈ ഒരു വി ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമലി ഒരു 3 ഇഞ്ചല്ലേ മാർക്ക് ചെയ്തെടുത്തതിന്, അതിൽ നിന്നും 1 ഇഞ്ച് എക്സ്ട്രാ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3.5 ഇഞ്ച് ഉള്ളത് നമുക്കിവിടെ 4.5 ഇഞ്ചായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ 6 ഇഞ്ച് എടുത്തിട്ടുള്ളത് 7 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതും ഒരു വി ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ലൈനിങ് പീസും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഫാബ്രിക്കിനെ വെച്ചിട്ട് ഞാൻ ആ ഒരു മെഷർമെൻറ്റ്സിലൂടെ ഒന്ന് ലൈനിങ്ങിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ആദ്യം തന്നെ ഫ്രണ്ട് നെക്കാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലൈനിങ്ങിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ഷിഫോണിൻ്റെ ആ ഒരു ഫാബ്രിക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വി ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പീസിന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ബാക്കി വന്നിട്ടുള്ള ഒരു പീസിനെ ഇതുപോലെ ക്രോസ് കട്ടിങ്ങും കൂടി കൊടുത്തിട്ട് നമുക്ക് മറിച്ചിട്ടെടുക്കാൻ ഈസി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രണ്ട് നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്കും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. അതിന് വേണ്ടി നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 3.5 ഇഞ്ചസാണ്. നെക്കിൻ്റെ ഡീപ്പ് എടുക്കുന്നത് 2.5 ഇഞ്ചസാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു റൗണ്ട് നെക്കായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടിലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തെടുത്തില്ലേ, ഇതിൽ നിന്നൊരു 1/4 ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ ഈ ഒരു നെക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിന് ഇതുപോലെ ലൈനിങ് പീസുമായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന ഈ ഒരു പീസിനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതുപോലെ ബാക്ക് നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്കായിട്ട് ആ ഒരു കോട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ, ആ ഒരു പീസിന് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടും വി ഷേപ്പിലാണ് നെക്ക് ചെയ്തെടുത്തത്. അപ്പോൾ എനിക്ക് എന്തോ അത് അത്ര ഭംഗി തോന്നിയില്ല. ഇതുപോലെ ഞാൻ വൈഡായിട്ടൊന്ന് യു ഷേപ്പിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്, പക്ഷെ എനിക്കത് അത്ര ഭംഗി തോന്നിയില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഇവിടുന്ന് താഴേക്ക് ഒരു ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 3.5 ഇഞ്ചാണല്ലോ നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിരുന്നത്, അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനൊന്ന് ഇതുപോലെ ഒന്ന് യു ഷേപ്പിലാക്കിയിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ വരച്ചെടുത്തില്ലേ, രണ്ട് സൈഡിലും സെയിം ആയിട്ടൊന്ന് വൈഡ് ആവാൻ വേണ്ടിയിട്ടാണ് 1 ഇഞ്ചും കൂടെ ഞാൻ താഴേക്കൊന്ന് ഇറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ.
അതുപോലെ 3.5 ഇഞ്ചും മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു യു ഷേപ്പിൽ മാറ്റിയെടുക്കാൻ കേട്ടോ. ഈ ഒരു വീനെക്കിനെ ഇതുപോലെ വരച്ചിട്ട് ആ വരച്ച അതിലൂടെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്നിട്ടുള്ള ആ പീസിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ക്രോസ് കട്ടും കൂടെ കൊടുത്തിട്ടാണ് മറിച്ചിട്ടെടുക്കുന്നത്. നമ്മുടെ ആ ഒരു വീനെക്കിന് ഇതുപോലെ വൈഡായിട്ടുള്ള ഒരു യൂനെക്കായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വൈഡായിട്ടുള്ള യൂനെക്കായപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പീസും കൂടി അവിടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഈ ഒരു പോട്ട്ലി ബട്ടണും കൂടെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഈ ഒരു കോട്ടിനെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി വന്ന പീസൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു കോട്ടിൻ്റെ 2 സൈഡുമാണ് ഞാൻ യോക്കുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. താഴെ ഭാഗം ജോയിൻ ചെയ്തെടുക്കുന്നില്ല, പക്ഷേ അതിൻ്റെ 2 സൈഡുമാണ് ജോയിൻ ചെയ്തെടുക്കുന്നത്. അതിന് ഇതുപോലെ നമ്മുടെ ആം ഹോളിൻ്റെ ആ ലെങ്ത്തിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു വൈഡായിട്ട് നെക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഭംഗിയുണ്ട് കേട്ടോ അവിടെ കാണാനായിട്ട്. ആദ്യം തന്നെ ഇതിൻ്റെ 2 ആം ഹോളിൻ്റെ ആ ഒരു സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ബാക്കി വരുന്ന പീസിനൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇനി നമുക്ക് ഷോൾഡർ 2ഉം ജോയിൻ ചെയ്തെടുക്കാം. ഇതുപോലെ ഷോൾഡറിനെ സ്റ്റിച്ചൊന്നും പുറത്ത് കാണാത്ത രൂപത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ മറിച്ചിട്ട് എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ ഒരു ഭാഗം പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മുടെ ആ ഒരു കോട്ടില്ലേ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ടെസൽസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ യോക്കിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൽ നിന്നും 1 ഇഞ്ച് എക്സ്ട്രാ നമ്മുടെ ഈ ഒരു കോട്ടിൻ്റെ ഭാഗം വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കോട്ടിൻ്റെ ഭാഗം ചെറിയൊരു കർവിലും കൂടിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു എക്സ്ട്രാ പീസ് വെച്ചിട്ട് ആ ഒരു ഭാഗം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷമാണ് കേട്ടോ ഈ ടെസൽ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്ലീവ്സ് 2ഉം ജോയിൻ ചെയ്തെടുക്കാം. സ്ലീവ്സ് 2ഉം ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് ആക്കിയിട്ടൊന്ന് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ എഡ്ജും ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് ഗൗണിൻ്റെ താഴെ പോർഷൻ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് പ്ലീറ്റ്സ് ഇട്ടിട്ട് ചെയ്തെടുക്കാം. മാക്സിമം എത്ര പ്ലീറ്റ്സ് ഇട്ടെടുക്കാം അത്ര ഇട്ടെടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഈ ഒരു ഗൗണിൻ്റെ താഴെ ഭാഗം മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ എഡ്ജ് പ്രഷർ ഫൂട്ട് ആദ്യം മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ഒന്ന് ഈ ഒരു ക്ലോത്തിനൊന്ന് പിടിപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു എഡ്ജ് നമ്മൾ മടക്കി പിടിച്ചിട്ട് അങ്ങനെ തയ്ച്ചെടുത്താൽ മതി. അപ്പം ആ ഒരു ഇതിനുള്ളിൽ കൂടെ നമ്മുടെ ഈ ഒരു ക്ലോത്ത് പോയിട്ട് നല്ല വൃത്തിയിൽ തന്നെ എഡ്ജ് നന്നായിട്ടൊന്ന് തയ്ച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ എഡ്ജിലൂടെയൊക്കെ ഓവർലോക്കും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ സിഗ്സാഗ് സ്റ്റിച്ചാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ നല്ല പെർഫെക്ഷനോട് കൂടി തന്നെ നമുക്ക് ഓവർലോക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഗൗണിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാനുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്തതിനോടൊപ്പം തന്നെ അയണും കൂടി ചെയ്തെടുക്കുമ്പോഴാണ് ആ ഒരു പെർഫെക്ഷൻ എപ്പോഴും നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുൻഭാഗത്ത് ഞാൻ ഇതുപോലെ പ്ലീറ്റ്സ് ഒന്ന് സ്റ്റീം ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ആദ്യമേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഗൗണിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. പ്ലീറ്റ്സൊക്കെ നന്നായിട്ട് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു കോട്ടിൻ്റെ ഭാഗം യോക്കുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഒരു ഗൗണിലേക്ക് മാച്ചായിട്ട് ഒരു ദുപ്പട്ടയും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.